ഇന്ന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടുമായി ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ഒരു ഉപകരണമുണ്ട്. ആർക്കെങ്കിലും ഊഹിക്കാമോ? ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആയുധം നാവാണെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ശരിയായ ഉത്തരം നൽകി. നമ്മുടെ സിയോൻ അംഗങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചതിനാൽ നിങ്ങൾ വേഗത്തിൽ ഉത്തരം കണ്ടെത്തുന്നു. വാസ്തവത്തിൽ നാവാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത്. അതിനാൽ നമ്മുടെ നാവിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കണം, അല്ലേ? മറ്റുള്ളവരുടെ ഉന്നമനത്തിന് ഉതകുന്ന വാക്കുകൾ സംസാരിക്കുകയും നിരന്തരം നന്ദിയർപ്പിക്കുകയും ചെയ്യുക എന്ന് സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും നമ്മെ പഠിപ്പിച്ചു. മനുഷ്യൻ അവൻ വിതയ്ക്കുന്നതന്നെ കൊയ്യും എന്ന ശീർഷകത്തോടെ നമുക്കിന്ന് ദൈവവചനം പഠിക്കാം. നാവ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ രക്ഷിക്കുവാൻ സാധിക്കുന്നത് എന്തിനാണ്? അതെ, നാവിനെ ശരിയാംവിധം ഉപയോഗിച്ചാൽ നാവ് തന്നെ ആയിരിക്കും ആളുകളെ രക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഇരുതലയുള്ള വാൾ എന്നൊരു പദപ്രയോഗമില്ലേ? കത്തി പോലുള്ള ഒരു ഉപകരണത്തെ എടുക്കാം. ദുരുപയോഗം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും. പക്ഷേ ഇത് ശരിയായി ഉപയോഗിക്കുമ്പോൾ പോഷകസമൃദ്ധമായ ഭക്ഷണം വിളമ്പുവാൻ സഹായിക്കുന്ന വിലയേറിയ ഒരു ഉപകരണമായി ഇത് മാറുന്നു. ഇപ്രകാരം ഒരു നല്ല ആവശ്യത്തിനായി അത് ഉപയോഗിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി മാറുന്നു. എന്നാൽ അത് ഉചിതമല്ലാത്ത വിധം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ആയുധമായി രൂപാന്തരപ്പെടുന്നു. ഇന്ന് നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതം പഠിക്കാം. ഗലാത്യർ 6-7 ദൈവത്തിന്റെ ഉപദേശത്തിലേക്ക് നമുക്ക് നോക്കാം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ. അവൻ എന്താണ് കൊയ്യുന്നത്? വിതയ്ക്കുന്നതു തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നു നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നു നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തുപോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്കസമയത്ത് നാം കൊയ്യും. നാം നന്മ വിതച്ചാൽ നല്ല ഫലങ്ങൾ കൊയ്യും, തിന്മ വിതച്ചാൽ ദുഷിച്ച ഫലങ്ങൾ കൊയ്യും. നല്ല വാക്കുകൾ വിതച്ചാൽ നല്ല ഫലം കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നതന്നെ കൊയ്യും എന്ന പാഠം മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമാണ് എന്നതുകൊണ്ടല്ലേ ദൈവം നമ്മെ അത് പഠിപ്പിക്കുന്നത്. ഒരു ധാർമ്മിക വീക്ഷണകോണിൽ നിന്ന് കേവലം ഒരു നല്ല ഉപദേശമായി നാം ഇതിനെ വീക്ഷിച്ചേക്കാം, പക്ഷേ ദൈവം നൽകിയ ഒരു കൽപ്പനയായി നാം അതിനെ കരുതണം. ഒരുവൻ താൻ വിതയ്ക്കുന്നതെന്താണോ അത് തന്നെ കൃത്യമായി കൊയ്യുന്നു എന്നതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കാം. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുവേണ്ടി ഞാൻ എൻ്റെ കുടുംബത്തിലും സഭയിലും എൻ്റെ സാമൂഹിക ജീവിതത്തിലും എത്ര വിത്തുകൾ വിതച്ചിട്ടുണ്ട്? ഇത് നാം കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ എൻ്റെ അയൽവാസിയുമായി അനിഷ്ടകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് പ്രാവശ്യം അവളുടെ നേരെ വിരൽ ചൂണ്ടി എന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഇത് തീർച്ചയായും ഒരുതരം ഫലം കൊണ്ടുവരും. നിങ്ങൾ നിങ്ങളുടെ വിരൽ 3 തവണ ചൂണ്ടിയാൽ അത് ഒരു തോക്ക് 3 തവണ വെടിയുതിർക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ഞാൻ എത്ര തവണ തോക്കുപയോഗിച്ചു എന്നും എൻ്റെ കുടുംബത്തിനും അയൽക്കാർക്കും സമൂഹത്തിനും വേണ്ടി ഞാൻ എത്ര സുവിശേഷ വിത്തുകൾ വിതച്ചു എന്നും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ദിവസേന തിരിഞ്ഞുനോക്കി നിങ്ങളോട് തന്നെ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് തങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക, നാം വിതച്ചവയ്ക്ക് എന്ത് സംഭവിക്കും? സമയം വരുമ്പോൾ നമ്മൾ കൊയ്യും. അതിനാൽ സുവിശേഷം എന്നത് ബൈബിളിലെ ചില വാക്യങ്ങൾ അറിയുന്നത് മാത്രമല്ല, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന ദൈവത്തിന്റെ കൽപ്പന പിൻപറ്റിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് കൂടിയാണ്. നമ്മുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ പ്രതികരിക്കാം: ശ്രീമതി ജോൺസ് പറഞ്ഞ കാര്യം അർത്ഥവത്തായതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു.
മുമ്പൊരിക്കലും ഞാൻ എന്നെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, അത് മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും. നാം ഇങ്ങനെ ചെയ്താൽ ആ വ്യക്തിയും ഞാനും രക്ഷപ്രാപിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുടനീളം ഇത്തരം സാഹചര്യങ്ങൾ നാം നേരിടുന്നു. തീർച്ചയായും സഭയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവയവങ്ങൾ തമ്മിൽ സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും വിത്തുകൾ വിതയ്ക്കുന്നത് നാം പരിശീലിക്കേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള പാത 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേല്യർ കനാനിൽ പ്രവേശിച്ചതിനോട് ഉപമിച്ചിരിക്കുന്നു. വഴിയിലുടനീളമുണ്ടായിരുന്ന ശത്രുക്കളുടെ വാളുകളാൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ഇസ്രായേല്യർ മരിച്ചത് അവരുടെ സ്വന്തം വാക്കുകളാലായിരുന്നു. ഈ നിഴൽ നമുക്കൊരു പാഠമായി വർത്തിക്കുന്നു. നമ്മുടെ മൂർച്ചയുള്ള നാവുകൾ ജ്ഞാനപൂർവ്വം ഉപയോഗിച്ചാൽ നമുക്ക് മാനവികതയെ രക്ഷിക്കുവാൻ സാധിക്കും. എന്നാൽ അതിനെ ദുരുപയോഗം ചെയ്താൽ അത് നമുക്ക് വലിയ ദോഷം വരുത്തുവാൻ ഇടയാകും. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ചിന്തിക്കാം. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനാവില്ല. ബൈബിൾ തുറക്കുന്നതിലൂടെ മാത്രമാണ് നാം സുവിശേഷം പ്രവർത്തനം നിർവഹിക്കുന്നതെന്ന് ദയവായി കരുതരുത്. തീർച്ചയായും അത് സുവിശേഷത്തിന്റെ ഭാഗമാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾ നാം പ്രായോഗികമാക്കുമ്പോൾ നാം സുവിശേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയാണ്. നാം ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും അനുസരിക്കുകയും നമ്മെ ഏൽപ്പിച്ച ചുമതലകൾ നാം നിറവേറ്റുകയും ചെയ്താൽ നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെത്തുവാൻ സാധിക്കയില്ലേ? അങ്ങനെ സാധിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധിക്കും. ഞാൻ കഠിനമായ വാക്കുകൾ സംസാരിച്ചു. എനിക്ക് ഒരു അവസരം ലഭിക്കുമായിരിക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നമുക്ക് ഇന്ന് മുതൽ ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആത്മീയ വെടിയുണ്ടകൾ ഞാൻ തൊടുത്തുവിടുന്നു. എനിക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധിക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നമുക്ക് ഇന്ന് മുതൽ ശ്രദ്ധിക്കാം. ഇന്ന് മുതൽ നമുക്ക് വെടിയുണ്ടകളെ സുവിശേഷത്തിന്റെ വിത്തുകളാക്കി മാറ്റാം. മറ്റുള്ളവരിൽ നാം മനോഹരമായ ജീവന്റെ നിരവധി വിത്തുകൾ വിതയ്ക്കണം. നമുക്ക് 1 കൊരിന്ത്യർ അധ്യായം 10 പോകാം. സഹോദരന്മാരെ, നിങ്ങൾ അറിയാതിരിക്കരുത് എന്നു ഞാൻ ഗ്രഹിക്കുന്നു. നിങ്ങൾ വസ്തുതയെക്കുറിച്ച് അജ്ഞരായിരിക്കുവാൻ ഞാൻ ഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ വസ്തുത നാം അറിഞ്ഞിരിക്കണം എന്നല്ലേ അതിനർത്ഥം? സഹോദരന്മാരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മികാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മികപാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മികപാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചില്ല എന്നതിന് ഒരു കാരണമുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രീതിപ്പെടാത്തത്? അവരുടെ വാക്കുകൾ നിമിത്തമാണ് കനാനിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ദൈവം അവരെ വിലക്കിയത്. 12 ഒറ്റുനോക്കുകാരുണ്ടായിരുന്നു. എങ്കിലും യോശുവയും കാലേബും മാത്രമാണ് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുകയും അവിടുത്തെ വാക്കുകൾ കൈമാറുകയും ചെയ്തത്. ദേശം എത്രയും നല്ല ദേശമാകുന്നു. ദൈവം നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്നു നമുക്ക് അത് തരും. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ ദൈവം ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. നമുക്ക് തീർച്ചയായും അത് ചെയ്യുവാൻ കഴിയും എന്നതുകൊണ്ട് നാം പോയി ദേശം കൈവശമാക്കണം. ശക്തി പകരുന്ന വാക്കുകളാണ് അവർ സംസാരിച്ചത്. എന്നിരുന്നാലും മറ്റ് 10 പേർ എന്താണ് പറഞ്ഞത്? ഇല്ല, അവ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഞങ്ങളുടെ സ്വന്തം കണ്ണിൽ ഞങ്ങൾ വെട്ടുക്കിളികളെപ്പോലെ തോന്നി. അവർക്കും അങ്ങനെ തന്നെ തോന്നി. ആ ദേശം കൈവശമാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അത് തികച്ചും അസാധ്യമാണ്. അങ്ങനെ ബാക്കിയുള്ള ഒറ്റുനോക്കുകാർ ഭയത്തിന്റെ വെടിയുണ്ടകൾ പരത്തി. ജനം ഇതിനാൽ സ്വാധീനിക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളിൽ ആരും കനാനിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. എല്ലാവരോടുമായി ശത്രുക്കളാൽ മരിച്ചതിനേക്കാൾ കൂടുതൽ പേർ അവരുടെ നാവ് നിമിത്തം മരിച്ചു. മരുഭൂമിയിലെ ചരിത്രം നോക്കുമ്പോൾ അവർ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എങ്ങനെയായിരുന്നു? അവൻ അവരിൽ പ്രസാദിച്ചില്ല.
ദിവസാവസാനം ഉറങ്ങുന്നതിനു മുമ്പ് നാം പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ സൗമ്യവും പിന്തുണയുള്ളതുമായ വാക്കുകൾ പറയണമായിരുന്നു. ഞാൻ കൂടുതൽ ക്ഷമ കാണിക്കണമായിരുന്നു. ഞാൻ കൂടുതൽ നല്ലവനാകണമായിരുന്നു. ഞാൻ കൂടുതൽ പ്രോത്സാഹനം നൽകണമായിരുന്നു എന്നൊക്കെ നാം പലപ്പോഴും ചിന്തിക്കുന്നു. ചെയ്യണമായിരുന്നു എന്നത് ധാരാളം ഉണ്ടായിരിക്കും. അത്തരം ചിന്തകളാൽ നിറഞ്ഞ അവസ്ഥയിൽ ഒരു ദിവസം ചെലവഴിക്കുന്നതിനു പകരം പിതാവിൻ്റെയും മാതാവിൻ്റെയും ഇഷ്ടപ്രകാരം നാം സുവിശേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കണം. പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും വിശ്വസിക്കുന്നവർ ശരിക്കും വ്യത്യസ്തരാണ്. അവർ സ്വർഗീയ ജീവികളെപ്പോലെയാണ്. നമ്മുടെ സിയോനിലേക്ക് അത്തരം നിരവധി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നാം ദൈവവചനം കേൾക്കുകയും സന്തോഷവും നന്ദിയും ഉള്ളവരായിരിക്കുകയും വേണം. ഈ ഭൂമിയിൽ പ്രയാസങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കാത്തപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ പോരാട്ടങ്ങളും കഷ്ടപ്പാടുകളും വേദനയും ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയും ഉണ്ട്. നമുക്ക് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമുള്ള പലതും നമുക്ക് ചുറ്റും സംഭവിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ സിയോൻ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടതയുടെ തുരങ്കത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ പിന്നെ എന്തു സംഭവിക്കും? ഇനി മരണമോ ദുഃഖമോ ഉണ്ടാകാത്ത നിത്യസ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നാം ശക്തീകരിക്കപ്പെടുകയും സന്തോഷിക്കുകയും കൃതജ്ഞത കൊണ്ട് നിറയുകയും ചെയ്യുന്നു. ആളുകളെ നോക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഉള്ളിൽ നീരാവി തിളയ്ക്കുന്നു. എന്നാൽ കോപത്തിന് താമസമുള്ളവരായിരിപ്പിൻ, ക്ഷമയുള്ളവരായിരിപ്പിൻ എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വികാരങ്ങൾ കുലുങ്ങിയ സോഡാ കുപ്പി പോലെ പുറത്തു വന്നുകഴിഞ്ഞാൽ അവ അനിയന്ത്രിതമായി തീരുന്നു. അതിനുപകരം ദൈവമക്കളെന്ന നിലയിൽ നാം ആത്മനിയന്ത്രണം പാലിക്കുകയും സുവിശേഷത്തിനായി ഞാൻ ഈ നിമിഷം ഏതുതരം വിത്ത് വിതയ്ക്കണം എന്ന് സ്വയം ചോദിക്കുകയും വേണം. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം പ്രസാദിക്കും. യോശുവയും കാലേബും എന്താണ് പറഞ്ഞത്? 10 ഒറ്റുനോക്കുകാരുടെ വാക്കുകൾ കേൾക്കരുത്. നമ്മുടെ ദൈവം ചെങ്കടലിനെ വിഭജിക്കുകയും മിസ്രയീമിലെ ഫറവോനെ മുട്ടുകുത്തിക്കുകയും ചെയ്തില്ലേ? ദൈവമാണ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊണ്ട് നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ അമാനുഷിക പ്രവൃത്തികൾ നാം കാണുന്നില്ലേ? യോശുവയും കാലേബും ജീവന്റെ വിത്തുകൾ വിതച്ചു. എന്നിരുന്നാലും ആത്മീയമായി പറഞ്ഞാൽ ജനത്തിന് ഇതിനകം തന്നെ വെടിയേറ്റിരുന്നു. അതുകൊണ്ടാണ് മിസ്രയീം ദേശത്തുവച്ചു ഞങ്ങൾ മരിച്ചുപോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. മരിക്കുവാൻ വേണ്ടി മാത്രം ദൈവം നമ്മെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രി ജനം ഉറക്കെ കരഞ്ഞത്. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ദൈവം സന്തോഷിച്ചുവെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ദയവായി ഈ അടിമത്ത ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് 400 വർഷത്തിലേറെ അവർ ആർത്തു നിലവിളിച്ചുകൊണ്ടിരുന്നു. ദൈവം തലമുറയായി രാവും പകലും അവരുടെ പ്രാർത്ഥന കേൾക്കുകയും മിസ്രയീമിൽ നിന്ന് അവരെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ പ്രക്രിയയിൽ അവരുടെ വാക്കുകൾ നിമിത്തം അവർക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എല്ലാത്തരം തിന്മകളുടെയും ഉറവിടം നാവാണ് എന്ന് ബൈബിൾ പറയുന്നത്. തെറ്റായി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന വാക്കുകൾക്ക് നിരവധി പ്രതിഫലനങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ വായിൽ നിന്ന് പുറത്തുവരുന്ന വാക്കുകൾ ഒരിക്കലും വെടിയുണ്ടകളായിരിക്കരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന വെടിയുണ്ടകൾ തൊടുക്കുന്നതിനു പകരം ആത്മാക്കളെ രക്ഷിക്കുവാനും പ്രത്യാശ ഉളവാക്കുവാനും ധൈര്യം നൽകുവാനും കഴിയുന്ന പദപ്രയോഗങ്ങൾ നാം പങ്കുവയ്ക്കണം. അതിനാൽ 1 കൊരിന്ത്യർ അധ്യായം 10 ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത കാര്യങ്ങളുടെ ഒരു പട്ടിക നമുക്ക് കാണുവാൻ സാധിക്കും. വാക്യം 7 ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെപ്പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്.
അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചുപോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവർ എല്ലാവരും പിറുപിറുത്തതുകൊണ്ടല്ലേ അവരെല്ലാവരും കൊല്ലപ്പെട്ടത്? നമ്മൾ നമ്മുടെ നാവുകൊണ്ട് പിറുപിറുപ്പാണ് നടത്തുന്നത്. അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചുപോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയുമരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. വിവിധ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും നാം പലപ്പോഴും ദൈവവചനം മറന്നുപോകുന്നു. ഈ വാക്കുകൾ മറന്നുകൊണ്ട് വൈകുന്നേരം നാം വീട്ടിലേക്ക് മടങ്ങുകയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞുനോക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ ഇന്ന് ആത്മാക്കളെ രക്ഷിക്കുവാനായി പ്രവർത്തിക്കുന്നതിന് പകരം കൂടുതൽ വെടിയുണ്ടകൾ തൊടുക്കുകയല്ലേ ചെയ്തത്? നാം അത് തിരിച്ചറിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് അവ കുറയ്ക്കുവാനോ പൂർണ്ണമായി ഒഴിവാക്കുവാനോ സാധിക്കും. ഇത്തരത്തിൽ നാം ദൈവത്തിലെ ദൈവഭക്തി പരിശീലിക്കണം. ഇന്നത്തെ പ്രബോധനത്തിന് വളരെ അനുയോജ്യമായ വാക്കുകളെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് നിങ്ങൾക്കായി വായിക്കട്ടെ. അത് ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടായിത്തീരും. അത് അസാധ്യമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ സാധ്യമായ കാര്യങ്ങൾ പോലും അസാധ്യമായിത്തീരും. അത് ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടായിത്തീരുന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ വേദനാജനകമായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ എല്ലാം ശരിയാകും എന്ന് നിങ്ങൾ പറയുമ്പോൾ എല്ലാം ശരിയാകും. ഞാൻ സന്തോഷവാനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും. തോൽവി ഉറപ്പാണെന്ന് തോന്നുമ്പോഴും വിജയത്തെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾക്ക് വ്യക്തമായി കുറവുള്ളപ്പോൾ പോലും സമൃദ്ധിയെക്കുറിച്ച് സംസാരിക്കുക. ഒരാൾ പറയുന്നതനുസരിച്ചാണ് അത് സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നു. എല്ലാവരോടുമായി അത് നിങ്ങളുടെ കാര്യത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ടോ? എനിക്ക് ഒരിക്കലും ഇത് ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുന്നവർ ഒരിക്കലും ഒന്നിലും വിജയിക്കുകയില്ല. ഞാൻ മടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാം കൂടുതൽ ബുദ്ധിമുട്ടായിത്തീരുന്നു. നമ്മുടെ സുവിശേഷത്തിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ആഹാ, സുവിശേഷ വേല എന്നെ വളരെ ആവേശഭരിതനാക്കുന്നു. സ്വർഗത്തിൽ എന്റെ പ്രതിഫലം എത്ര വലുതായിരിക്കും. ചില ആളുകൾ തങ്ങൾ എത്രമാത്രം മടുത്തു എന്ന് സംസാരിക്കുന്നു. തങ്ങൾ എത്ര സന്തോഷവാന്മാരാണെന്ന് പറയുന്ന വേറെ ചിലരുണ്ട്. പിതാവിന്റെ വരവിന്റെ ദിവസത്തോട് നാം കൂടുതൽ അടുത്തില്ലേ? സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. അതിനാൽ എല്ലാ ദിവസവും സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത യോശുവയുടെ കഥ നേരത്തെ ഞാൻ ചുരുക്കി പങ്കുവച്ചിരുന്നു. ആരാണ് നമ്മുടെ സുവിശേഷത്തെ സഹായിക്കുന്നത്? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് സ്വർഗീയ മാതാവ് പറഞ്ഞു. നിങ്ങൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം പിന്തുടരുകയാണെങ്കിൽ ഈ സുവിശേഷം തീർച്ചയായും നിറവേറും. അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. സുവിശേഷം നിറവേറുന്നില്ല എങ്കിലോ എന്ന് നിങ്ങൾ ഇത്ര കഠിനമായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നെബൂഖദ്നേസർ രാജാവിന്റെ കാര്യം എടുക്കുക. താൻ രാജ്യം ഭരിക്കുമെന്ന് അവൻ കരുതി. പക്ഷേ 7 വർഷക്കാലം ദൈവം അവൻ സത്യത്തിന്റെ പ്രകാശനം നൽകിയില്ലേ? വാസ്തവത്തിൽ ആരാണ് സകലത്തെയും പ്രവർത്തിപ്പിക്കുന്നത്? ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ ഹൃദയം വീണ്ടും ഒരു മനുഷ്യന്റെ ഹൃദയമാക്കി മാറ്റിയില്ലേ? അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് ദൈവത്തെ സ്തുതിച്ചത്. ജാതികളുടെ ഉദയവും പതനവും മനുഷ്യജീവിതവും ഉൾപ്പെടെ സകലവും സ്രഷ്ടാവായ ദൈവത്താൽ ഭരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ നിഗൂഢമായിരിക്കുന്ന ദിവ്യപരിപാലനം ഉണ്ടെന്ന് അവൻ കണ്ടെത്തിയില്ലേ? എന്നാൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രയീമിൽ നിന്ന് പുറത്തുവന്ന ഇസ്രായേല്യരിൽ യോശുവയും കാലേബും ഒഴികെ 20 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആരും കനാനിൽ പ്രവേശിച്ചില്ലെന്ന് നാം ഓർക്കണം. ഏറ്റവും വലിയ കാരണം അവരുടെ വാക്കുകൾ നിമിത്തം തന്നെ ആയിരുന്നു. ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ശോഭനമായ വശം കണ്ടെത്താം. നാം ഇപ്പോൾ ദൈവം നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയിൽ അല്ലേ? സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടരവേ
നാം അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് നാം അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളുമായി അതിന്റെ മൂല്യത്തെ തുലനം ചെയ്യുമ്പോൾ നാം നന്ദിയുള്ളവരായിരിക്കണം. എന്നാൽ നമ്മുടെ നിമിഷനേരത്തെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ എന്നിവയിൽ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ച നഷ്ടപ്പെടും. നമ്മുടെ സൽപ്രവൃത്തികളെക്കുറിച്ച് നമ്മുടെ അയൽക്കാർ അറിയുമ്പോൾ അവർ അത് മറ്റുള്ളവരോട് പറയുകയും, ഓ, അവർ ദൈവസഭയിൽ സംബന്ധിക്കുന്നവരാണ്, ഞാനും ആ സഭ സന്ദർശിക്കേണ്ടതല്ലേ? ദൈവസഭയിൽ നിന്നുള്ള 10 പേരെ ഞാൻ കണ്ടുമുട്ടിയാലും അവർക്കെല്ലാവർക്കും മാലാഖയുടെ സ്വഭാവമാണ്. അവരെയെല്ലാം മനോഹരമാക്കുന്നത് എന്താണെന്ന് അവർ പഠിപ്പിക്കുന്നു. അവർ വരുമ്പോൾ പിതാവിന്റെ ഉപദേശങ്ങൾ മഹനീയവും മാതാവിന്റെ ഉപദേശങ്ങൾ മനോഹരവുമാണെന്ന് അവർ കണ്ടെത്തുന്നു. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും സുവിശേഷത്തിന്റെ ഭാഗമാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദൗത്യം ചെയ്താൽ, അത് നിങ്ങൾ വീട്ടിൽ ഒരു സാധാരണ പായസം ഉണ്ടാക്കുന്നതായാലും നിങ്ങൾക്ക് അത് സുവിശേഷത്തിനു വേണ്ടി ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വിതയ്ക്കുന്നതിനോട് ദൈവം എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. ഒരു ഭർത്താവ് ഒരു ഹോട്ടലിൽ പോയി ഉച്ചഭക്ഷണത്തോടൊപ്പം ഒരു പായസവും കഴിച്ചിട്ട് അത് ഭാര്യ വീട്ടിൽ ഉണ്ടാക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് രുചി പോരാ എന്ന് തോന്നുകയും ചെയ്തേക്കാം. ഇന്ന് ജോലി കഴിയുമ്പോൾ പുഷ്പങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി എൻ്റെ ഭാര്യയോട് നന്ദി പ്രകടിപ്പിക്കണമെന്ന് അവൻ ചിന്തിച്ചേക്കാം. ഞാൻ നിന്നോട് എത്ര മോശമായി പെരുമാറി എന്നതിൽ ഞാൻ ഖേദിക്കുന്നു. നീ പോകുന്നിടത്തൊക്കെ ഞാനും വരാം എന്ന നിശ്ചയദാർഢ്യത്തോടെ അവൻ സഭ സന്ദർശിക്കുകയും സ്നാനമേൽക്കുകയും സത്യം സ്വീകരിക്കുകയും ചെയ്തേക്കാം. എല്ലാവരോടുമായി നിങ്ങളുടെ വീട്ടിലെ ജീവിതവും നിങ്ങളുടെ അയൽക്കാരുമായുള്ള ജീവിതവും നിങ്ങളുടെ സാമൂഹിക ജീവിതവും എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇത് നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇതെല്ലാം സുവിശേഷത്തിന്റെ ഭാഗമാണ്. ഈ നിമിഷം ഞാൻ വെടിയുതിർക്കുകയാണോ അതോ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണോ ചെയ്യേണ്ടത്? ഓരോ നിമിഷവും ഇത് സംഭവിക്കുന്നതിനാൽ നാം എല്ലാ സമയത്തും ദൈവത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് യോശുവയെയും കാലേബിനെയും പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നാം തീർച്ചയായും നല്ല ഫലങ്ങൾ കാണും. എന്നാൽ ദൈവം ഒരിക്കലും ഒന്നും ഫലശൂന്യമാകുവാൻ അനുവദിക്കുകയില്ല. നമുക്ക് 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് മറിക്കാം. ഇസ്രായേലിയർ ഗൊലിയാത്തിനെതിരെ ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ എല്ലാ പടയാളികളും അവനെ കണ്ട് ഭയപ്പെട്ടു. അവർക്ക് മനോവീര്യം കുറവായിരുന്നു. ഗോലിയാത്ത് ദൈവത്തെക്കുറിച്ച് അശ്രദ്ധമായി സംസാരിച്ചിട്ടും ആരും അവനെതിരെ എഴുന്നേറ്റില്ല. നമുക്ക് 31-ാം വാക്യം നോക്കാം. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചുവരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്നു അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലൻ അത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുകൊണ്ട് അവനും അവയിൽ ഒന്നിനെപ്പോലെ ആകും. ദാവീദ് പിന്നെയും, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ദാവീദ് വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചതിനാൽ അനുഭവപരിചയമുള്ള യോദ്ധാക്കൾ പോലും ഭയന്ന് വിറച്ച ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ശൗൽ രാജാവ് അവനെ അനുവദിച്ചു. ദാവീദ് ഗോലിയാത്തിനോട് എന്താണ് പറഞ്ഞത്? ഇതിൽ എന്റെ വൈദഗ്ധ്യം ശ്രദ്ധേയമാണ്. ഞാൻ ഇത് വർഷങ്ങളായി ചെയ്യുന്നതാണ്. എനിക്ക് തീർച്ചയായും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയും എന്നൊന്നും അവൻ സ്വയം പ്രശംസിക്കുകയില്ല. മറിച്ച്, നീ വാളുമായി എന്റെ നേരെ വരുന്നു, എന്നാൽ ദൈവം എനിക്ക് വിജയം നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന് അവൻ പറഞ്ഞു.
സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ ഒരു കല്ലെടുത്ത് കവിണിയിൽ വെച്ച് അവന്റെ നെറ്റിയിലേക്ക് തൊടുത്തുവിട്ടു. കല്ല് ചെറുതായി ചരിഞ്ഞുപോകുമായിരുന്നു, പക്ഷേ ദൂതന്മാർ അതിനെ നേരെ അവന്റെ നെറ്റിയിലേക്ക് എത്തിച്ചു. കൃത്യമായി കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ ദൈവം കല്ലിനെ എത്തിച്ചില്ലേ? കൂടാതെ അവർ നമുക്ക് ഇരയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോശുവ വിത്ത് വിതച്ചപ്പോൾ തന്നെ അവൻ തീർച്ചയായും യെരിഹോ നിവാസികളെയെല്ലാം ഇരയാക്കിയിരുന്നു, അല്ലേ? സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നു എന്ന് ദാവീദ് പറഞ്ഞുകൊണ്ട് ദൈവവും ഗോലിയാത്തും തമ്മിലുള്ള ഒരു യുദ്ധം ഒരുക്കുന്നു. അത് ജയിച്ചത് ദാവീദായിരുന്നില്ല. ആർക്കെങ്കിലും ആ യുദ്ധത്തിൽ വിജയിക്കാനാകുമായിരുന്നോ? ദാവീദായ ഞാൻ നിന്റെ നേരെ വരുന്നു എന്നല്ല അവൻ പറഞ്ഞത്. മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നുവെന്നാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ ബാലനിൽ അവിടുന്ന് എത്രമാത്രം പ്രസാദിച്ചിരിക്കണം! പരിചയസമ്പന്നരായ യോദ്ധാക്കൾ പോലും ഭയം നിമിത്തം മുന്നോട്ട് പോകുവാൻ മുതിർന്നില്ല. ശാരീരിക വളർച്ചയോ യുദ്ധാനുഭവമോ ഒന്നും ഇല്ലാതിരുന്ന ദാവീദിൽ നിന്നുള്ള ഈ വിശ്വാസത്തിന്റെ വാക്കുകളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തത്. ഗോലിയാത്തും ദൈവത്തിന്റെ സൃഷ്ടിയായതിനാൽ അവന് ഒരിക്കലും ദൈവത്തിന്റെ സമ്പൂർണ്ണ ശക്തിയെ എതിർക്കുവാൻ കഴിഞ്ഞില്ല. ആത്യന്തികമായി ഈ ഒരൊറ്റ പ്രസ്താവന ഇസ്രായേലിനെ രക്ഷിക്കുന്ന ശ്രദ്ധേയമായ ഫലത്തിലേക്ക് നയിച്ചു. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് റോമർ 15-ാം അധ്യായത്തിൽ ദൈവം നമ്മെ പഠിപ്പിച്ചു. നാം സുവിശേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കണമോ അതോ മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന വെടിയുണ്ടകൾ എറിയണമോ എന്നതിനെക്കുറിച്ച് ചരിത്രം നോക്കിക്കൊണ്ട് നമ്മൾ ബുദ്ധിപൂർവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം. നമ്മുടെ താൽക്കാലിക തിരഞ്ഞെടുപ്പുകൾ നിത്യതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വസ്തുത നാം പരിഗണിക്കേണ്ടതല്ലേ? നമുക്ക് മത്തായിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ തുടരാം. നമുക്ക് 12-ാം അധ്യായം 34-ാം വാക്യം നോക്കാം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലതു സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞുകവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്നു നല്ലതു പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നു തീയതു പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിവരും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇവിടെയുള്ള വാക്കുകൾ പ്രകാരം നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ കൃപയാൽ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ ന്യായവിധിക്കായി നാം ഒരുങ്ങേണ്ടതുണ്ട്. ഇസ്രായേല്യർ മിസ്രയീമിലുണ്ടായ 10 ബാധകൾക്കും സാക്ഷ്യം വഹിക്കുകയും ചെങ്കടലിന്റെ അത്ഭുതം അനുഭവിച്ചറിയുകയും ചെയ്തു. അവർ സ്വർഗത്തിൽ നിന്നുള്ള മന്ന ഭക്ഷിക്കുകയും ചെയ്തു. ആ അത്ഭുതങ്ങളെല്ലാം അനുഭവിച്ചതിനു ശേഷവും അവർ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മറന്നുപോയി. ഈ യുഗത്തിൽ ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന വസ്തുത നാം ഒരിക്കലും മറക്കരുത്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തോടുള്ള കൃതജ്ഞതാ വാക്കുകൾ, മറ്റുള്ളവർക്ക് ഉന്നമനത്തിന് ഉതകുന്ന വാക്കുകൾ, ദൈവത്തിന് മഹത്വം നൽകുന്ന വാക്കുകൾ എന്നിവ സംസാരിക്കാൻ നാം ഒരിക്കലും മറന്നുപോകരുത്. നാം സംസാരിച്ച ഓരോ നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടിവരും എന്ന് ദൈവം പറഞ്ഞു. അതിനാൽ നാം ഓരോ വാക്കിനെയും കൂടുതൽ പ്രാധാന്യത്തോടെ പരിഗണിക്കണം. ശദ്രക്കും മേശക്കും അബേദ്നെഗോയും ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കുവാനായി വിഗ്രഹത്തെ നമസ്കരിക്കാതിരുന്നതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. പതിവുപോലെ 7 മടങ്ങ് ചൂടാക്കിയ തീച്ചൂളയുടെ മുമ്പിൽ അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സ്വർണപ്രതിമയെ നമസ്കരിക്കുകയില്ല. അതു നിമിത്തം ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ അത് ചെയ്യില്ല. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് അവരെ എങ്ങനെ വീക്ഷിച്ചു കാണുമായിരുന്നു? അത്തരമൊരു ഭീതിജനകമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോഴും അവർ ചഞ്ചലിച്ചില്ല.
എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങളെ എറിഞ്ഞുകളഞ്ഞാൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അതിൽ നിന്നും വിടുവിക്കും. ദൈവം അങ്ങനെ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ പ്രതിമയെ നമസ്കരിക്കയില്ല എന്ന് അവർ പറഞ്ഞു. ദൈവം അവരിൽ പ്രസാദിച്ചതുകൊണ്ട് തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടിട്ടും അവരുടെ തലയിൽ ഒരു മുടി പോലും കരിഞ്ഞില്ല. രാജാവ് വളരെ ആശ്ചര്യപ്പെട്ടു. അവൻ അവരെ പുറത്തേക്ക് വിളിച്ചു, പക്ഷേ അവർ തീയിൽ നിന്നും വന്ന ആളുകളെപ്പോലെയായിരുന്നില്ല. എല്ലാവരോടുമായി, നമ്മുടെ വീടുകളിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ അയൽക്കാർക്കിടയിലും സമൂഹത്തിലും ഇനി മുതൽ നമുക്ക് സുവിശേഷത്തിനു വേണ്ടി കൃതജ്ഞത, വിശ്വാസത്തിന്റെ വാക്കുകൾ, ദൈവത്തിന് മഹത്വം നൽകുന്ന വാക്കുകൾ പോലുള്ള നിരവധി വാക്കുകൾ വിതയ്ക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ അധരങ്ങൾ ക്രിസ്തു അൻസംഗ് ഹോങ്ങിന്റെയും പുതിയ യെരൂശലേം സ്വർഗീയ മാതാവിന്റെയും ഉപദേശങ്ങൾ എത്ര മികച്ചതാണെന്ന് സകല ജനങ്ങളോടും പ്രസംഗിക്കുവാനുള്ള ഉപകരണങ്ങളായി മാറട്ടെ. ഇപ്രകാരം നമുക്ക് മനോഹരമായ ധാരാളം ഫലങ്ങൾ നൽകാം. ഇന്ന് മുതൽ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ദയവായി അവരെ ആശ്വസിപ്പിക്കുക. ഇത് ബുദ്ധിമുട്ടാണ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കി തീർക്കുന്നു. ഇന്ന് മുതൽ കുടുംബത്തിൽ സംസാരിക്കുന്ന രീതി നമുക്ക് മാറ്റാം. ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയുന്നതിനു പകരം എന്റെ കുടുംബത്തിന് വേണ്ടി പൂർണ്ണ ശക്തി എനിക്കുണ്ട് എന്ന് നമുക്ക് പറയാം. എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് എപ്പോഴും പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്കുകളെ എന്തുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് മാറ്റാം. ഇത് ഒരു പ്രക്രിയ മാത്രമാണ്. പറഞ്ഞിരിക്കുന്നതുപോലെ എല്ലാ വാക്കുകളും പൂർത്തീകരിക്കുന്നതിനായി ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. ദൈവം തന്റെ വാക്കുകളാൽ ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചതിനാൽ നാം സംസാരിക്കുന്ന വാക്കുകൾ നാം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം. ആ വാക്കുകൾ ചില ഫലങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? ഒന്നും ബുദ്ധിമുട്ടാണെന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ വിതയ്ക്കുന്നു തന്നെ നിങ്ങൾ കൊയ്യും. അത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവർ അടുത്ത ദിവസം കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് പറയും. കാരണം സാഹചര്യങ്ങൾ അവരുടെ വാക്കുകൾക്കനുസൃതമായി സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുന്നു എന്ന ദൈവവചനത്തെ നാം നിസ്സാരമായി എടുക്കരുത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. നമ്മുടെ ഭാവി മറ്റേതൊരു കഥയേക്കാളും 10,000കണക്കിന് മടങ്ങ് മഹത്തരമല്ലേ? സ്വർഗത്തിലെ രാജകീയ പുരോഹിതവർഗത്തിന്റെ സ്ഥാനത്തേക്ക് ദൈവം നമ്മെ ഇതിനകം നിയമിച്ചിരിക്കുന്നു അല്ലേ? നാം അത്തരമൊരു അത്ഭുതകരമായ ലോകത്തിലേക്ക് പോകുന്നുവെങ്കിലും ഈ ഭൂമിയിലെ നിസ്സാര കാര്യങ്ങൾ നിമിത്തം നാം അതിനെക്കുറിച്ച് എല്ലാം മറന്നുപോകുന്നു. കേവലം 4 ദിവസം കൊണ്ട് ഇസ്രായേല്യരെ കനാനിൽ പ്രവേശിക്കുവാൻ ദൈവത്തിന് അനുവദിക്കാമായിരുന്നു. എന്നിരുന്നാലും 40 വർഷം മരുഭൂമിയിലൂടെ അവരെ നയിക്കുന്നത് ദൈവഹിതമായിരിക്കണം. 3500 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതുപോലെ നാം അത്തരം വാക്കുകൾ സംസാരിച്ചാൽ അതിന്റെ ഫലങ്ങൾ എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം നമ്മെ പഠിപ്പിക്കാനുള്ള ദൈവത്തിന്റെ അഗാധമായ ഹിതമായിരുന്നു അത്. ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കും സുവിശേഷത്തിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും എന്നതുപോലുള്ള വാക്കുകളിലൂടെ ധാരാളം പ്രോത്സാഹനം നൽകുക. ആവശ്യമുള്ളിടത്ത് ആശ്വാസം നൽകുക. ആവശ്യമുള്ളിടത്ത് പിന്തുണയുടെ വാക്കുകൾ ഉദാരമായി നൽകുക. നമ്മുടെ എല്ലാ സിയോൻ കുടുംബാംഗങ്ങൾക്കും അങ്ങനെ ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാം സംസാരിക്കുന്ന ഓരോ വാക്കും ആ ദിവസം വിതയ്ക്കപ്പെടുന്ന സുവിശേഷത്തിന്റെ വിത്താണ് എന്ന് ദയവായി ഓർക്കുക. നാം അത് നട്ടുകഴിഞ്ഞാൽ അത് എപ്പോൾ പൂക്കുമെന്ന് നമുക്കറിയില്ലായിരിക്കാം. എന്നാൽ വിത്ത് വിതയ്ക്കുന്ന പ്രവൃത്തി പ്രധാനമാണ്. ഈ ലോകത്ത് വളരെയധികം കളകൾ വിതയ്ക്കപ്പെടുന്നു. ദൈവവചനമാകുന്ന യഥാർത്ഥ വിത്തുകൾ കൂടുതൽ വിതയ്ക്കപ്പെടേണ്ടതിന് എല്ലാ ശ്രമങ്ങളും നടത്തണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമുക്ക് എപ്പോഴും ശക്തരായി തുടരാം. യെശയ്യാവ് 41-ാം അധ്യായത്തിലെ ദൈവവചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ സഹായിക്കും. ദൈവം ഇത് ഊന്നിപ്പറഞ്ഞിട്ടില്ലേ? ഞാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും എന്ന് അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് തീർച്ചയായും നമ്മെ സഹായിക്കുമെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തു. ദൈവത്തിന്റെ പൂർണ്ണ പ്രോത്സാഹനത്തോടെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ സുവിശേഷം നയിക്കുന്നത് നമ്മുടെ ദൈവമാണ് എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ധൈര്യമുണ്ടാകട്ടെ.
ഇന്ന് നിങ്ങൾക്ക് ഒരു അനുഗ്രഹീത ശബ്ബത്തായിരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.